നല്ല സദ്യ സ്റ്റൈല് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അവിയൽ റെഡിയാക്കാനുള്ള കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് കോവയ്ക്കയും പിന്നെ ഒരു കൈപ്പക്കയും പിന്നെ കുറച്ച് പയറും പിന്നെ ഒരു ക്യാരറ്റും ഒരു 2 മുരിങ്ങാക്കോലും പിന്നെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും മുറിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു കഷ്ണം ചേന മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചക്കായ് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കായും ചേനയെല്ലാം നമ്മൾ വെള്ളത്തിൽ മുറിച്ചിടുന്നത് അതിൻ്റെ ഒരു കറിയുണ്ട്, അത് പോവാനാണ്. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം ഞങ്ങളൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒറ്റ വിസിലിൽ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 4-5 പച്ചമുളക്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം. അപ്പം തേങ്ങ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കിയ ശേഷം കുറച്ച് പുളിയിലെ തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഒരു വിസിലിന് ശേഷം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അരവെല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല സദ്യ സ്റ്റൈല് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.